ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സോഫ്റ്റും ലെയറോട് കൂടിയ ഈ ചട്ടിപ്പത്തിരിക്ക് നമ്മൾ ദോശമാവ് കലക്കി ഒഴിക്കുകയോ ചപ്പാത്തി ഉണ്ടാക്കിയോ ഒന്നും വേണ്ട കേട്ടോ. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ നിങ്ങൾ, എത്ര സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് മുഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഇത്രയും ഈസിയായി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കനിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. 1/4 കിലോ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ വേണ്ടത് കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളമാണ്. ചെറിയൊരു പീസ് പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിന് പകരമായി നിങ്ങൾക്ക് മട്ടണോ ഫിഷോ ബീഫോ എന്തോ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലൊക്കെ മാറ്റി ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്കൊന്ന് നുറുക്കിയെടുക്കാം. അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള കൂണാണ്. ഇത് പാക്കറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് ഏതെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു സ്കിന്ന് മാറ്റി ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് വേവിച്ചെടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതേപോലെ തന്നെ ചെറിയൊരു പീസ് പുളിയും ചേർത്താണ് ഞാൻ വേവിച്ചെടുക്കുന്നുള്ളത്. ഈ കൂൺ വെച്ച് തയ്യാറാക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയില്ല, ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 സവോള നേരിയതായി നുറുക്കിയതാണ് കേട്ടോ. ഇതുപോലെ നേരിയതായി അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണെങ്കിലും ചെറുതായി വേണം സവോള നുറുക്കിയെടുക്കുക. ഇത് ഞാൻ വളരെ തിന്നായിട്ടാണ് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തത്. ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 തക്കാളി ഇതേപോലെ ചെറുതായി നുറുക്കിയതാണ്. ഇതെല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ 2 സ്പൂൺ മുളക് പൊടിയും 2.5 സ്പൂൺ ചിക്കൻ മസാലയുമാണ്. ഇതും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 3 മുട്ട ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇത് കുറച്ച് വലുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 3 മുട്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇതിന് അനുസരിച്ച് നിങ്ങൾക്ക് മുട്ടയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും 1/2 സ്പൂൺ കുരുമുളക് കൂടി ചേർത്തിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇതിപ്പോൾ ഞാൻ ഈ വേവിച്ച ചിക്കനൊക്കെ ഒന്ന് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലൊക്കെ മാറ്റിയതാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ പീസസാക്കി എടുക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 ഭാഗമായിട്ട് തിരിക്കണം. ഇതിൽ ഒരു ഭാഗം ചിക്കനിലേക്കും ബാക്കിയുള്ളത് നമ്മൾ മഷ്റൂം വേവിച്ച് വെച്ചിരുന്നില്ലേ അതിലേക്കും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ മസാല ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും സവോള കുറയ്ക്കരുത് കേട്ടോ. ഞാൻ വലിയ 2 സവോളയാണ് എടുത്തത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മസാല കുറഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് രണ്ടും തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇതുപോലെയുള്ള പാക്കറ്റ് ചപ്പാത്തിയാണ്. അപ്പോൾ നമ്മൾ ദോശയോ ചപ്പാത്തിയോ ഒന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടണ്ട. നമുക്ക് തിരക്കുള്ള സമയത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇനി 6 ചപ്പാത്തി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യോ ഓയിലോ ബട്ടറോ എന്ത് വേണം ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ബട്ടറും നെയ്യൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഓരോ മുട്ടയിലും ഇതുപോലെ ചപ്പാത്തി മുക്കി നമുക്ക് പാനിൽ വെച്ച് കൊടുക്കാം. ഇനി ഓരോ ലെയറിലേക്കും ആദ്യം ചിക്കൻ ഫില്ലിങ്ങാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മേലെ നമുക്ക് വീണ്ടും ഒരു ചപ്പാത്തി വെച്ചതിന് ശേഷം അടുത്ത ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഓരോ മഷ്റൂം ഫില്ലിങ്ങും ചിക്കൻ ഫില്ലിങ്ങും മാറി മാറി നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ മഷ്റൂം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഇതുപോലെ ഫില്ലിങ് ഉണ്ടാക്കിയും വെക്കാം കേട്ടോ. ചെറുതായി വേവിച്ച് ഗ്രേറ്റ് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ടാക്കിയാലും മതി കേട്ടോ. ബാക്കിയുള്ള മുട്ടക്കൂട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് സമയമായിട്ടോ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ വേവിക്കാം. ഞാൻ ചപ്പാത്തി വേവിച്ചിട്ടില്ല, ഡയറക്റ്റായി തന്നെ ഇതിൽ വെച്ച് കൊടുത്താണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വീണ്ടും നമ്മൾക്ക് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. സാധാരണ നമ്മൾ മൈദ കൊണ്ട് ദോശ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കാറ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല സോഫ്റ്റായി ചട്ടിപ്പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.